ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി. ഗുണ്ടകളുടെ രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങളും പരിശോധിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകി. ഓരോ പോലീസ് ജില്ലയിലും നിരന്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ലിസ്റ്റ് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കർമംഗലത്തുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ. ദൃശ്യ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേറ്റതിനു ശേഷമാണ് ഇപ്പോൾ പുതിയൊരു നീക്കം നടക്കുന്നത്. സംസ്ഥാനത്തെ കൊടും ക്രിമിനലുകളുടെയും ഗുണ്ടകളുടെയും പട്ടിക തയ്യാറാക്കാനൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 20 ജില്ലകളാണ് സംസ്ഥാനത്തുള്ളത്, അതായത് പോലീസ് ജില്ലകൾ 20 ആ 20 പോലീസ് ജില്ലകളിലെയും ഉൾപ്പെട്ട വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതും അതോടൊപ്പം തന്നെ ക്രിമിനൽ കുറ്റങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുണ്ടകളുടെ ലിസ്റ്റാണ് എടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ പശ്ചാത്തലമടക്കം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ബന്ധങ്ങൾ, മറ്റ് ബന്ധങ്ങൾ, ഇവർ നടത്തിയ കൃത്യം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഏതൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് നടത്തിയത്, അവരുടെ പേര് വിവരങ്ങൾ, ഈ ഗുണ്ടകളുമായി സഹകരിക്കുന്ന ആളുകൾ ആരൊക്കെ സഹകരിക്കുന്നു, മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെടുന്നതും രഹസ്യമായും ഇടപാടുകൾ നടത്തുന്നത് ആരൊക്കെയാണ് എന്നതടക്കമുള്ളവരുടെ കൃത്യമായ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെയാണ് റവാഡ ചന്ദ്രശേഖരാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആയി വിവിധ പോലീസ് സ്റ്റേഷനുകളായി ഈ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ കൂടിയാകണം ഇത്തരമൊരു തീരുമാനമെന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ക്രിമിനൽ പശ്ചാത്തലം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് നമുക്കറിയാം, ഈ നേരത്തെ തന്നെ പോലീസിൽ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ ഗുണ്ടകളുമായി ബന്ധപ്പെട്ട അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ഗുണ്ടകളുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ശേഖരിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നതിൻ്റെ കൂടി പശ്ചാത്തലമായിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിലെ ഇത്തരമൊരു നിർദ്ദേശത്തിന് കാരണം എന്തായാലും സംസ്ഥാനത്തെ ഗുണ്ടകളുടെയും കൊടും ക്രിമിനലുകളുടെയും പട്ടിക തയ്യാറാക്കാനൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രശാന്ത് ശങ്കർമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.